ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്തിൻ്റെ 7ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇന്ന് മുതൽ നമ്മളൊരു പുതിയ നല്ല ശീലം തുടങ്ങുക. അത് നല്ല ശീലം എന്ന് പറയുമ്പോൾ ചെറിയൊരു ശീലമാണെങ്കിൽ കൂടെ ഒരു ചെറിയ നല്ല ശീലത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾക്കറിയാം, ഒരു കാര്യം ചെയ്യുന്നത് മോശമാണെന്നുള്ള കാര്യം നമ്മൾക്കെപ്പോഴും നമ്മുടെ ബ്രെയിന് അറിയാം, പക്ഷേ നമ്മുടെ മനസ്സതിന് അനുവദിക്കുന്നില്ല. അതാണ് ശരിക്കുള്ള സത്യം. അതായത് നമുക്കിപ്പം ജങ്ക് ഫുഡ് തിന്നുന്നത് നമ്മുടെ ഹെൽത്തിന് മോശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ നമുക്കത് കാണുമ്പോൾ തിന്നാനായിട്ട് തോന്നും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ചെറിയ നല്ല ശീലം തുടങ്ങുക. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ കുറച്ചേ സ്മോക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ശീലം, റീഡ് ചെയ്യുക, മൊബൈൽ ഡീറ്റോക്സിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് കെയർ വീഡിയോ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇന്ന് തുടങ്ങുക. കാരണം നമ്മുടെ ഗ്രോത്തിന് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഗ്രോത്ത് ഉള്ളവർ പൊതുവെ സൈലൻ്റ് ആയിരിക്കും, അല്ലേ? കാരണം അവരവരുടെ സക്സസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കത്തില്ല. ഇപ്പം ഒരു യൂട്യൂബർ ആണെങ്കിൽ ഒരു 10 സബ്സ്ക്രൈബർ ആകുമ്പം തന്നെ എനിക്ക് 10 സബ്സ്ക്രൈബർ ആയേ എന്നും പറഞ്ഞ് നടക്കുന്നതും 1 മില്യൺ സബ്സ്ക്രൈബർ അത് പറഞ്ഞ് നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് പറയുന്നത്, നമ്മൾ സൈലൻ്റായിട്ട് നമ്മൾ ചേഞ്ച് ആകുക. മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആക്കാനല്ല പറയുന്നത്, നമ്മളുടെ സക്സസ്സിന് വേണ്ടി നമ്മൾ ഗ്രോ ചെയ്യാനാണ് പറയുന്നത്. മെൻ്റലി ആൻഡ് ഇമോഷണലി നമ്മളിപ്പോൾ ഡൗൺ ആയിട്ട് കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്ത് നമ്മൾ 100 ഡേയ്സ് കൊണ്ട് നമ്മളുടെ ആ ഒരു മെൻ്റൽ ഇമോഷണൽ ഗ്രോ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോസ് ഷോർട്സ് ഇടുന്നത്. ഇത് ഞാൻ പേഴ്സണലി ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ആളുകൾക്ക് ക്ലാസ് എടുത്ത് ഇങ്ങനെ അട്രാക്റ്റീവാക്കി അങ്ങനെയൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ ഞാനത് പറഞ്ഞു തരികയാണ്. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 7ാമത്തെ ദിവസം ചെയ്യേണ്ടത് ചെറിയൊരു നല്ല ശീലം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇമോഷണൽ ആൻഡ് മെൻ്റൽ വീഡിയോസിന് അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം. അപ്പം എല്ലാവർക്കും താങ്ക് യു.